താനുള്ള ആരാ? ബന്ധുക്കളെന്ന് കൂട്ടിയാൽ മതി. ഒരേ കുടുംബത്തിൽ തന്നെയാ. അതുകൊണ്ടല്ലേ ഈ കാര്യം സംസാരിക്കാനായിട്ട് ഞാൻ തന്നെ വന്നത്. കുടുംബത്തിലൊരു കുട്ടിക്ക് ഗതികേട് വന്നാൽ കൈവിടാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ അമ്മ ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ അവളും പറഞ്ഞിരുന്നു അച്ഛൻ സമ്മതിക്കും, കല്യാണം നടത്തരുന്നൊക്കെ. അവസാനം കൈയും വീശി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കെട്ടിക്കോന്ന് പറഞ്ഞാൽ കെട്ടിയിട്ട് ഞാൻ അവളും കൂടി വഴി ഇറങ്ങി തണ്ടോ? തന്നെ കെട്ടിയ ഉള്ളതുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ അവൾ തയ്യാറാ? അത്രയ്ക്ക് ഇഷ്ടം തന്നെ. അങ്ങനൊന്നും ജീവിതം തുടങ്ങി ഇക്കാലത്ത് ആരും തയ്യാറാവില്ല. ഞാൻ കെട്ടിക്കോളാം, പക്ഷെ 10-30 ലക്ഷം രൂപ അത് എന്റെ അപ്പ അതിന് സമ്മതിക്കില്ല. പപ്പയെ ഉറപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ ചെയ്തുമില്ല. അത്രയും കിട്ടിയ സമ്മതിക്കോ? എവിടെ നിന്ന് കിട്ടാൻ? 30 ലക്ഷം അല്ലേ? ഞാൻ തരാം. എവിടുന്ന്? കുറച്ച് കാശിൻ്റെ പേരിൽ ആ കുട്ടി കഷ്ടപ്പെടുന്ന കാണാൻ ആ വീട്ടുകാർ ആഗ്രഹിക്കും തോന്നണില്ല. ആ കാശ് ഞാൻ വാങ്ങിച്ചു തരാം. എങ്കിൽ ഞാൻ അപ്പനെ പറഞ്ഞ് സമ്മതിപ്പിക്കുക. താൻ വീണയായിട്ട് കണ്ട് പരിഭവങ്ങളൊക്കെ പറഞ്ഞു തീർക്ക്. കല്യാണത്തിന് മുമ്പ് കാശ് തരുന്ന കാര്യം ഞാൻ ഏറ്റു. നമ്മൾ തമ്മിൽ സംസാരിച്ചു എന്ന് അവൾ അറിയണ്ട. നാളെ തന്നെ അവളൊന്ന് കാണും. കഴിഞ്ഞതൊക്കെ മറന്ന് നിങ്ങൾ ഒരുമിക്കണം. എനിക്കിപ്പോഴും അവളെ ഇഷ്ടമൊക്കെ തന്നെയാ. കാശിൻ്റെ കാര്യം ശരിയായ പിന്നൊന്നും ആലോചിക്കില്ല. പക്ഷെ കയ്യിലെ കാശ് തീരുന്നതിനൊപ്പം തൻ്റെ ഇഷ്ടവും തീരരുത്. അങ്ങനെ എന്തെങ്കിലും വന്നാൽ അവളെ കഷ്ടപ്പെടുത്തരുത്. എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. ഞാൻ വന്നെടുത്തോണ്ട് പൊക്കോളാം. ഞാൻ പറഞ്ഞില്ലേ ഈശ്വരൻ എൻ്റെ കൂടെ. അപ്പോ താൻ പോവല്ലേ? വേണ്ടേ? വേണം. അതിനു വേണ്ടിയല്ലേ ഞാൻ ഫിലിക്സിനെ കണ്ടതും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതൊക്കെ. അയാൾ പെട്ടുപോയതാ. താനും ഫിലിക്സും കണ്ടുമുട്ടി തീരുമാനങ്ങൾ എടുക്കുന്നതോടെ നമ്മൾ തമ്മിലുള്ള കരാറുകൾ കഴിഞ്ഞു. ആ മാല മുറിയിലുണ്ട്. ഞാൻ ആ ഫ്രെഡിയോട് സംസാരിച്ചു. ഇവിടെ താമസിക്കുന്ന കോന്തൻ അബ്ദുള്ളയുടെ കയ്യിൽ മാല കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് താൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. പോലീസും പട്ടാളൊക്കെ കറങ്ങി നടക്കുന്നതുകൊണ്ട് എനിക്ക് പകരം താൻ ആ മാലയും കൊണ്ടൊന്ന് പോകണം. എവിടെ? ഗ്രീൻ പാർക്കിലെ. അയ്യോ, CID ആയിരിക്കോ? പിച്ചക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ ഒരു ബെഞ്ചില് തുറന്നു പിടിച്ച ദ ഹിന്ദു പത്രാട്ടൊരാൾ ഇരിപ്പുണ്ടാവും. അയാളുടെ അടുത്ത് പോയിരുന്നിട്ട് സമയം എത്രയെന്ന് ചോദിക്കണം. അപ്പൊ അയാൾ പറയും ഇന്നലത്തെ സമയമായിന്ന്. അപ്പൊ താൻ പറയണം ഇന്നത്തെ സമയമായിന്ന്. എന്നാൽ ആ മാല തരാൻ അയാൾ പറയും. മാല കൊടുക്കുമ്പോൾ ഒരു 35 ലക്ഷം രൂപ തരും. ഞെട്ടേണ്ട പൈസയുടെ കാര്യം കേട്ട് അതിങ്ങോട്ട് വാങ്ങിയിട്ട് വന്നാൽ മതി. താനാമാർക്ക് സംശയം ഉണ്ടാവില്ല. ഇത്രയുള്ളൂ? ഏറ്റു. ഇയാൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. അത്രയ്ക്ക് കടപ്പാടും നന്ദിയുണ്ട് എനിക്ക്. എന്തിന്? ടിക്കറ്റ് എടുത്ത് തന്നതിന്, വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചതിന്, പിണങ്ങിയതിന്, തല്ലിയതിന്, മരിക്കാൻ സമ്മതിക്കാത്തതിന്, അങ്ങനെ 1000 നന്ദി തന്നോട് എനിക്ക് പറയാനുണ്ട്. സത്യം പറഞ്ഞ തന്നെ പിരിയാൻ വിഷമമുണ്ട്. എനിക്കുണ്ടോ വിഷമമൊക്കെ. പക്ഷേ പിരിഞ്ഞല്ലേ തീരൂ. വഴിയിൽ വെച്ച് ഒരു മഴയത്ത് എൻ്റെ കുടക്കീഴിലേക്ക് ഓടിക്കയറിയ ഒരാളാ താൻ. മഴ തീർന്നപ്പോൾ ഓക്കെ ബൈ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ ഒറ്റ പോക്ക അല്ലേടോ? കൊള്ളാലോ ഉപമ. കവിതയോ സാഹിത്യോ? ഹേ, പണ്ടാരോ പാടിക്കേട്ടൊരു പാട്ടാ. തൻ്റെ വർത്തമാനം കേട്ട് പുറത്തുപോയി. എങ്ങനെ എങ്ങനെ എങ്ങനെ? കേക്കട്ടെ കേക്കട്ടെ. എങ്കിലും ഞാനാരെയും കുറ്റപ്പെടുന്നില്ല. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കലങ്ങി തെളിയണമെന്നായിരിക്കും വിധി. എട്ടും പൊട്ടും തിരിയാതെ ഇറങ്ങി തിരിച്ചതാ. ഫെലിക്സിന്റെ മനസ്സിൽ ഞാനുണ്ട് എന്നുള്ള ഒറ്റ വിശ്വാസമായിരുന്നു എനിക്ക്. എന്നാ പിന്നെ ഇപ്പൊ തരാന്ന് പറഞ്ഞ കാശ് അപ്പോഴേ തന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. വെറുതെ. കാശോ? ആ, ഏത് കാശ്? വീണയുടെ കസിനാ ഗോപി. അയാൾ പറഞ്ഞല്ലോ കല്യാണത്തിന് മുമ്പ് കാശ് തരാം. നമ്മുടെ കല്യാണം നടത്താൻ വേണ്ടി ഗോപി കാശ് തരാന്ന് പറഞ്ഞോ? ആ, എന്നെ പറ്റിക്കോ? എന്നാ പപ്പ ഉടങ്ങും കേട്ടോ. എത്രയാ കരാറ്? 30 ലക്ഷം. നാളെ ഞാൻ പപ്പയെ വിളിച്ചോണ്ട് പള്ളിയിലേക്ക് വരാം. അതങ്ങ് പപ്പയുടെ കൊടുത്താ അപ്പൊ നമ്മുടെ കല്യാണം. ഓക്കെ? എന്താ? ഒന്നുമില്ല.
സമയത്രേ? ഇന്നലത്തെ സമയമായി. ഇന്നത്തെ സമയമായി. എന്നാ ആ മാലയിങ്ങതാ. Give it to me. No. Get her. Give it to me. No. ഞാൻ ഇപ്പൊ ഇത് ഡാമിലേക്ക് എറിയും. No, don't do it. Hey, no. എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ എറിയും. അബദ്ധം കാട്ടരുത് കുട്ടി. ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലല്ലേ ഗോപിയായിട്ട് മോഷ്ടിച്ചാൻ തെളിയിക്കാൻ പറ്റൂ. அவன் தான் இந்த நெக்லஸை திருடினான்னு ப்ரூவ் பண்றதுக்கு இது எனக்கு அவசியம் இல்லை. ஒரிஜினலா உங்ககிட்ட இந்த நெக்லஸை வாங்க வேண்டிய ஃப்ரெடி இப்போ ஏன் கஸ்டடியில் இருக்கான். ஃப்ரெடியோட ஒரே ஒரு வாக்கு போறோம் கோபியை ஜெயில போட. அது இன்னொரு நாட்டை சேர்ந்த ப்ராப்பர்ட்டி. நீ அதை என்கிட்ட கொடுக்கலன்னா ராஜத்ரோக குத்தத்துக்கு அவன் ஜீவிதம் பூரா ஜெயில இருக்க வேண்டி வரும். ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞ് സാറിനൊന്ന് കണ്ണടച്ചൂടെ? അയാളുടെ ജീവിതം രക്ഷപ്പെടും. സാറിനുമില്ലേ സാർ അയാളോടൊരു കടപ്പാട്? ഒന്നുമില്ലെങ്കിലും സാറിന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ. സ്പെയിനിലെ രാജകുമാരിക്ക് എന്തിനാ സാർ ഈ ഒരു മാല? രാജാവും രാജകുമാരിയൊക്കെ ഒത്തിരി പണമുള്ളവരല്ലേ. ഇത് വിറ്റാ കിട്ടുന്ന പണം കൊണ്ട് ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെടും. അയാളോടൊരു അല്പം ദയവ് കാണിക്കണം. சரி, அதை என்கிட்ட கொடு. அவன் மேல கேஸ் போட மாட்டேன். വെറുതെ വിടോ? തീർച്ചയാണോ? സർ, എങ്കിൽ എനിക്ക് ഒരു സഹായം കൂടി ചെയ്യൂ. എന്ത് സഹായം? ഞാൻ ഈ മാല വിറ്റ കാശും കൊണ്ട് ചെല്ലുന്നതും കാത്തിരിക്കുക പാവം. ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് പണമില്ലാതെ കയ്യും വീശി ചെന്നാ തകർന്നു പോവുക പാവം. എൻ്റെ കയ്യിലൊരു ഡ്രാഫ്റ്റ് ഉണ്ട്. ഞാനത് മാറി ഈ മാല വിറ്റ് കിട്ടിയ കാശാണെന്ന് പറഞ്ഞ് ഗോപിക്ക് കൊടുത്തോളാം. പക്ഷെ അതെൻ്റെ അക്കൗണ്ടിലൂടെ മാറാൻ പറ്റൂ. സാർ എന്നെ ഇവിടെയുള്ള ഏതെങ്കിലും ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങാനായിട്ട് ഒന്ന് പരിചയപ്പെടുത്തുമോ? എത്ര രൂപയുടെ ഡ്രാഫ്റ്റ്? 30 ലക്ഷം. കുട്ടിക്ക് എവിടെന്നാ ഇത്രയും പണം? എൻ്റെ ഒരു ആവശ്യത്തിന് അച്ഛൻ തന്നതാ. എനിക്കിനി ആവശ്യങ്ങളൊന്നുമില്ല. 30 ലക്ഷം ഒരു കള്ളനുക്കാ? അയാൾ കള്ളനൊന്നുമല്ല. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലവനാ, വലിയൊരു മനസ്സുള്ളവനാ.